ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ആണ്. സയൻസ് എന്ന വാക്കുണ്ടായത് ടു നോ എന്നർത്ഥം വരുന്ന സയൻഷ്യ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. വാട്ട് ഈസ് സയൻസ്? സയൻസ് എന്നാൽ എന്താണ്? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് to understand the natural phenomena in as much detail and depth as possible. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായും ആഴത്തിലും പഠിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത്. സയന്റിഫിക് മെത്തേഡിൽ പല സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, രണ്ട് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, 3 ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റീസണിംഗ്, 4 മാത്തമാറ്റിക്കൽ മോഡലിംഗ്, 5 പ്രെഡിക്ഷൻ, 6 വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ. ആദ്യം നമ്മൾ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. അതിനുശേഷം കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നമ്മൾ നടത്തി നോക്കുന്നു. അതിനുശേഷം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റീസണിംഗ് നടത്തുന്നു. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് അവയ്ക്കിടയിലുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു എന്ന് പറയുന്നതിനെ ക്വാളിറ്റേറ്റീവ് റീസണിംഗ് എന്നും, അവയ്ക്കിടയിലുള്ള ദൂരം 2 മടങ്ങ് കൂടുമ്പോൾ അവ തമ്മിലുള്ള ഫോഴ്സ് 4 കുറയുന്നു എന്ന് പറയുന്നതിനെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് എന്നും പറയുന്നു. മാത്തമാറ്റിക്കൽ മോഡലിംഗും പ്രെഡിക്ഷനും നടത്തിയ ശേഷം വെരിഫിക്കേഷൻ ആൻഡ് ഫാൾസിഫിക്കേഷൻ പ്രോസസ് നടത്തുന്നു. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്നുകിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുന്നു. There is no final theory in science. സയൻസിലെ ഒരു തിയറിയും അവസാനത്തെ തിയറി അല്ല. പുതിയ കണ്ടെത്തലുകൾക്ക് അനുസൃതമായി പഴയ തിയറികളിൽ മാറ്റം വന്നേക്കാം. ഉദാഹരണത്തിന് നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞന്റെ ഹീലിയോസെൻട്രിക് തിയറി പ്രകാരം സൂര്യന് ചുറ്റും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും കറങ്ങുന്നത് സർക്കുലർ ഷേപ്പിലുള്ള ഓർബിറ്റുകളിലാണ്. പിൽക്കാലത്ത് ജോഹാനസ് കെപ്ലർ എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വസ്തുതകൾ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി പ്ലാനറ്ററി സർക്കുലർ ഓർബിറ്റുകൾക്ക് പകരം എലിപ്റ്റിക്കൽ ഓർബിറ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ഫിസിക്സിലെ 2 പ്രിൻസിപ്പൽ ട്രസ്റ്റുകളാണ് യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷനിസം. ആദ്യം നമുക്ക് യൂണിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. യൂണിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്പ്ലൈനിങ് ഡിഫറെന്റ് ഫിസിക്കൽ ഫിനോമിനാസ് ഇൻ ടേംസ് ഓഫ് എ ഫ്യൂ കൺസെപ്റ്റ്സ് ആൻഡ് ലോസ്. വിവിധങ്ങളായിട്ടുള്ള ഫിസിക്കൽ ഫിനോമിനാസിനെ ചുരുങ്ങിയ കൺസെപ്റ്റുകളും നിയമങ്ങളും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും മറ്റ് കൃത്രിമ ഉപഗ്രഹങ്ങളും കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും കറങ്ങുന്നതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. റിഡക്ഷനിസം. ഇറ്റ് ഈസ് ആൻ എഫേർട്ട് to derive the properties of a complex system from the properties and interactions of its constituent similar parts. ബിഗർ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സിസ്റ്റത്തെ അതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന ചെറിയ ചെറിയ അല്ലെങ്കിൽ സിംപ്ലർ പാർട്സുകളാക്കി മാറ്റുന്നതിനെയാണ് റിഡക്ഷൻ അല്ലെങ്കിൽ റിഡക്ഷനിസം എന്ന് പറയുന്നത്. ഫിസിക്സിന്റെ സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ സബ് ഡിസിപ്ലിൻസ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയാകും. മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ് എന്നിവ ചില ഉദാഹരണങ്ങളാണ്. There are 3 domains in physics: microscopic domain, macroscopic domain and mesoscopic domain. Microscopic domain. It includes atomic, molecular and nuclear phenomena. ആറ്റം, മോളിക്യൂൾസ് എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം മൈക്രോസ്കോപ്പിക് ഡൊമൈനിന്റെ അണ്ടറിലാണ് വരുന്നത്. മാക്രോസ്കോപ്പിക് ഡൊമൈൻ. Macroscopic domain includes phenomena at the laboratory
ടെറസ്ട്രിയൽ ആൻഡ് അസ്ട്രോണമിക്കൽ സ്കെയിൽസ്. ഭൗമോപരിതലത്തിൽ നടക്കുന്നതും ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിക്കുന്നതുമെല്ലാം മൈക്രോസ്കോപ്പിക് ഡൊമൈനിന്റെ അണ്ടറിൽ വരും. മീസോസ്കോപ്പിക് ഡൊമൈൻ മൈക്രോസ്കോപ്പിക് ഡൊമൈനിന്റെയും മാക്രോസ്കോപ്പിക് ഡൊമൈനിന്റെയും ഇടയിൽ വരുന്ന ഡൊമൈനാണ് മീസോസ്കോപ്പിക് ഡൊമൈൻ. ഇറ്റ് ഡീൽസ് വിത്ത് tens or hundreds of atoms. Fundamental forces in nature. There are 4 types of fundamental forces in nature. That are gravitational force, electromagnetic force, strong nuclear force, and weak nuclear force. Gravitational force. Gravitational force is the force of mutual attraction between any two objects by virtue of their masses. രണ്ട് വസ്തുക്കൾക്കിടയിൽ അവയുടെ മാസ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫോഴ്സ്. എവറി ഒബ്ജെക്ട്സ് ഇൻ യൂണിവേഴ്സ് എക്സ്പീരിയൻസസ് ദിസ് ഫോഴ്സ് ഡ്യൂ ടു എവറി other objects in universe. Gravity governs the motion of the moon and artificial satellites around Earth, motion of Earth and planets around the sun. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെയും മറ്റ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും സഞ്ചാരം, അതുപോലെ സൂര്യനു ചുറ്റും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും കറങ്ങുന്നതുമെല്ലാം നിയന്ത്രിക്കുന്നത് അവയ്ക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. This is the weakest force among 4 fundamental forces. ഫണ്ടമെന്റൽ ഫോഴ്സുകളിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ഒബ്ജെക്ട്സ് ബൈ വെർച്യൂ ഓഫ് ദെയർ മാസസ്. സെക്കൻഡ് വൺ, ദിസ് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. തേർഡ് വൺ, ഇറ്റ്സ് റേഞ്ച് ഈസ് വെരി ഹൈ. ഇതിൻ്റെ പരിധി വളരെ കൂടുതലാണ്. 4, വീക്കസ്റ്റ് ഫോഴ്സ് എമംഗ് ഫണ്ടമെന്റൽ ഫോഴ്സസ്. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ദിസ് ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ലൈക്ക് ചാർജസ് റിപ്പൾസസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഈ ഫോഴ്സ് ഇറ്റ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആവാം. 2 തരം ചാർജുകളാണ് പ്രധാനമായിട്ടുമുള്ളത്, പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളും. ഇതിൽ ഒരേപോലത്തെ ചാർജുകൾ അടുത്തു വന്നാൽ അവയ്ക്കിടയിൽ റിപ്പൾസീവ് ഫോഴ്സും, അൺലൈക്ക് ചാർജസ് അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് ചാർജസ് അടുത്തു വന്നാൽ അവയ്ക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സുമാണ് അനുഭവപ്പെടുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും റേഞ്ച് വളരെ കൂടുതലാണ്. When the charges are in rest, the force is given by Coulomb's law. ഈ ചാർജുകൾ രണ്ടും റെസ്റ്റിലാണെങ്കിൽ, അതായത് അവ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ, ഇവയ്ക്കിടയിലുള്ള ഫോഴ്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് കൂളംസ് ലോ വെച്ചിട്ടാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ദിസ് ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജ് അട്രാക്ട്സ്. Its range is very high. This force is stronger than gravitational force. For example, the force of repulsion between 2 protons is 10⁻36 times stronger than the gravitational force between them. അതായത് 2 പ്രോട്ടോണുകൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ 10⁻36 ടൈംസ് സ്ട്രോങ്ങർ ആണ് അവയ്ക്കിടയിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ബന്ധിപ്പിച്ച് നിർത്തുന്ന
ഫോഴ്സിനെയാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രോട്ടോൺസ് എന്നാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഒരു ന്യൂക്ലിയസിനകത്ത് നിരവധി പ്രോട്ടോൺസുകൾ കാണും. ഇവയെല്ലാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവയ്ക്കിടയിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടും. ഈ ഫോഴ്സിനെതിരെ പ്രവർത്തിച്ച് ഒരു ന്യൂക്ലിയസിനെ സ്റ്റേബിൾ ആക്കി നിർത്തുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇതിൻ്റെ റേഞ്ച് വളരെ കുറവാണ്. ഇത് ഏകദേശം 10⁻⁻15 മീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച്. അതുകൊണ്ട് തന്നെ ആറ്റത്തിലെ ഇലക്ട്രോണുകൾക്ക് ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എമംഗ് 4 ഫണ്ടമെന്റൽ ഫോഴ്സസ്. അതായത് 4 ഫണ്ടമെന്റൽ ഫോഴ്സസിനിടയിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഒരു ന്യൂക്ലിയസിൽ ബീറ്റ ഡീകേ പോലുള്ള ന്യൂക്ലിയർ പ്രോസസ്സിലുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇത്തരം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സുകൾ കാണപ്പെടുന്നത്. During beta decay process, a nucleus emits an electron and an uncharged particle called neutrino. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ പോലെ തന്നെ ഇതിൻ്റെയും റേഞ്ച് വളരെ കുറവാണ്. ഇത് ഏകദേശം 10⁻⁻16 മീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. നമ്മൾ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതിനു താഴെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന ഓർഡറിലുമാണ് വരുന്നത്. കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ്. A quantity remains unchanged during a process is called a conserved quantity. ഒരു പ്രോസസ് നടക്കുമ്പോൾ സമയത്തിനനുസൃതമായി മാറ്റം വരാത്ത ക്വാണ്ടിറ്റിയെയാണ് കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, മുകളിൽ നിന്നും വീഴുന്ന ഒരു ഒബ്ജക്റ്റിനെ എടുക്കാം. ഇതിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. ഇത് താഴേക്ക് വീഴുന്നതിന് തൊട്ട് മുമ്പായി അതിൻ്റെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ്. സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് മാത്രമേ കൈനറ്റിക് എനർജി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വസ്തു വീഴുന്നതിന് തൊട്ട് മുന്നത്തെ അവസ്ഥയിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അത് താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സമയാനുസൃതമായി കുറയുകയും അതിൻ്റെ കൈനറ്റിക് എനർജി കൂടി വരികയും ചെയ്യും. ആ വസ്തു ഭൂമിയിൽ പതിക്കുന്നതിന് തൊട്ട് മുമ്പായി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പൂർണ്ണമായും കൈനറ്റിക് എനർജിയിലേക്ക് മാറ്റപ്പെടുന്നു. ആയതുകൊണ്ട് ആ വസ്തുവിൻ്റെ മെക്കാനിക്കൽ എനർജിയിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആയതുകൊണ്ട് ആ വസ്തുവിൻ്റെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റിയാണ്. Thank you for watching this video.